എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ താനുക്കുട്ടിയുണ്ട്, ഇവിടെ ആദുസേട്ടനും ഉണ്ട്. രണ്ടുപേരും ഇതാ കാപ്പികൂടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. താനുക്കുട്ടിക്ക് ഇപ്പം കൂർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ നോക്കി, ആ ഉറക്കം വരുവാണ്. കുറേ നേരം ഇവിടെ കാലിട്ട് കളിയൊക്കെയായിരുന്നു. ചേട്ടാ ഇതാ ഇവിടെ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാണ്ട് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട് കളിക്കാനായിട്ട്, മണ്ണിൽ കളിക്കാനായിട്ട്. ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമാണ്. അപ്പം നമ്മുടെ ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗൊക്കെയാണ് കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല, തട്ടിക്കൂട്ട് കുക്കിങ്, അതാണ് ഇന്നിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ ചാനലിൽ കയറി വീഡിയോസൊക്കെ കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാം. തട്ടിക്കൂട്ട് കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് കിടക്കാം. നല്ല വെയിലുണ്ട്. അതേ ആദുസേട്ടൻ ഇങ്ങനെ വെളിയിൽ കൂടെ നടക്കുവാണ്. ഞാനിപ്പം ഗോതമ്പ് ഉണക്കാനിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ വൈകിട്ട് നനച്ചിട്ട തുണിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വെയിൽ വന്നപ്പോഴത്തേക്കും ഞാൻ എടുത്തിട്ടതാണ്. അത് ആദുസേട്ടൻ വേണ്ട അവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഓടുവാണ്. അങ്ങനെ തനിക്കുട്ടീനെ ഉറക്കി കേട്ടോ. അവിടെ ഞാൻ കുളിപ്പീരൊക്കെ കഴിഞ്ഞപ്പോൾ അതാ തൊട്ടിലാണ് കിടത്തുന്നത്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് എല്ലാം സെറ്റാക്കി. ഇത് അധിക നേരമൊന്നും കാണത്തില്ല. ആദുസ് വന്ന് അതെല്ലാം കളയും കേട്ടോ, ബെഡ്ഷീറ്റെല്ലാം. പിന്നെ ജനലൊക്കെ തുറന്നിട്ട് റൂമിലൊരു വെട്ടവും വെളിച്ചമൊക്കെ വരട്ടെ എന്ന് പറഞ്ഞാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇത് ദിവസവും ചെയ്യുന്നതാണ്. ആദുസ് ആണെങ്കിൽ സിറ്റൗട്ടിലിരുന്ന് ഇങ്ങനെ JCB വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ അടുത്താണ് ഗോതമ്പ് കൊണ്ട് ഉണക്കാനിട്ടിരിക്കുന്നത്. എനിക്കൊരു പേടിയുണ്ട്. വേറൊന്നുമല്ല, മറ്റേ സിനിമയിലെ ഡയലോഗില്ലേ, തോമയ്ക്കൽ പഞ്ചായത്തിലെ ഓരോ അരിമണിയും എണ്ണി പറക്കുന്നു എന്ന് പറയുന്ന പോലെ ഞാൻ മിക്കവാറും ഓരോ ഗോതമ്പും എണ്ണി പറക്കേണ്ടി വരുമോ എന്നൊരു ടെൻഷനാണ് എൻ്റെ ഉള്ളിൽ. ഭാഗ്യത്തിന് അവന് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്കൊരു സമാധാനമായി. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് കയറി. ഇതിപ്പം ദേണ്ട ചെറിയ കായ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടി ഇട്ട്. ഇന്നിനിയിപ്പം നമ്മൾ ചെറുകായും ചെറുപയറും വെച്ചുള്ളൊരു തോരനാണ്. വേറൊന്നും അധികം കാണത്തില്ല. ഞാൻ പിന്നെ അടുക്കളയിലോട്ട് കയറുന്നതിന് മുമ്പേ തനുട്ടിയുടെ പായ ഒന്ന് കഴുകിയിട്ടിട്ടാണ് അടുക്കളയിൽ കയറുന്നത്. കാരണം ഭൂരിഭാഗം നേരവും ഞാൻ അവളെ പായിലാണ് കിടത്തുന്നത്. അപ്പോൾ അവൾ അതിൽ മൂത്രം ഒഴിച്ചു വെക്കും. അവളെ ഞാൻ അങ്ങനെ പകൽ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറില്ല കേട്ടോ, ഫ്രീ ആയിട്ട് അങ്ങ് വിടും കേട്ടോ. അപ്പം അവൾ അതിൽ മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ അവളെ ഉറക്കിയതിന് ശേഷം ഞാൻ ഈ പായ ഇങ്ങനെ കഴുകിയിടും കേട്ടോ. പിന്നെയാണ് ഞാൻ അടുക്കളയിലോട്ട് കയറി ചെറുപയർ എടുത്ത് വെള്ളത്തിലിടുന്നത്. എന്നിട്ട് ഞാൻ ചെറുകായ അരിഞ്ഞു വെച്ചത് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അടുപ്പിൽ വേവിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, ചെറുകായും ചെറുപയറും കൂടെ നമ്മൾ കുക്കറിനകത്തിട്ട് വേവിക്കുകയാണെങ്കിൽ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും വേവിക്കുന്നത്. അതുമാത്രമല്ല, ഈ ചെറുപയറാണേലും വൻപയറാണേലും കടലയൊക്കെ ആണേലും ഞാൻ കുക്കറിനകത്തിട്ട് വേവിച്ചതിന് ശേഷം അതിൻ്റെ അകത്തെ ആ അഴുക്ക് വെള്ളം കളഞ്ഞിട്ട് ഒരു 2-3 തവണ കഴുകിയതിന് ശേഷമേ കറിക്കകത്തോട്ട് ഇടത്തുള്ളൂ. ഇവരൊക്കെ എങ്ങനെയാണ് ഇത് ഉണക്കിയെടുക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ആ കറുത്ത വെള്ളം അതിഷ്ടമല്ല. പിന്നെ ഞാൻ തേങ്ങ തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. കുക്കറിനകത്ത് വെച്ച് ഇത് ചെറുപയർ വെന്ത് കേട്ടോ. അങ്ങനെ ചെറുപയർ വെന്തത് മാറ്റി വെച്ചിട്ട് തേങ്ങ തിരുമ്മിയത് മിക്സിക്കകത്തോട്ട് ഇടുകയാണ്. ആ കൂടത്തിൽ കുറച്ച് ജീരകം ഇടുന്നുണ്ട്, വെളുത്തുള്ളി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ചെറുപയർ കഴുകുന്നു എന്ന്. അത് വെന്തതിന് ശേഷം ഇങ്ങനെ ഞാൻ ആ അഴുക്ക് വെള്ളം കഴുകി കളയാണ് കേട്ടോ. പിന്നെ ഈ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്നത് അതാണ്ട് ഈ വെന്തതിലോട്ട് ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ചെറുപയറും കൂടി ഞാൻ ഇട്ട് കേട്ടോ, കഴുകി. അങ്ങനെ ഉപ്പും ഇട്ട് എരിവ് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് അടച്ച് വെച്ച് ഒന്നും കൂടെ ഒന്ന് ആ വെള്ളം വറ്റാനായിട്ട് വെക്കുന്നത്. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചിക്കനാണ് വെക്കുന്നത്. ഇത് ചിക്കനകത്ത് മസാല ഞാൻ കുറവാണ് ഇടുന്നത്, വേറൊന്നും കൊണ്ടല്ല. ആദുസിന് എരിവുള്ളത് അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. അവന് ശകലവേ അവൻ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എരിവ് നന്നായിട്ട് കുറച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്. അപ്പോഴത്തേക്കും താനൂട്ടി എണ്ണീട്ട് പിന്നെ കഴുകി ആ പായ എടുത്തുകൊണ്ട് വന്നതേണ്ട അവളെ അതിൽ കിടത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഏകദേശം തോരനും റെഡിയായി. പിന്നെ അപ്പോൾ ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ച് കേട്ടോ. അങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ 2 കറികൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഏട്ടൻ വരുമ്പോൾ മാത്രമേ എക്സ്ട്രാ 2-3 കറികൾ കാണത്തുള്ളൂ. പിന്നെ ചോറ് ഊറ്റി സെറ്റ് ചെയ്ത് വെച്ച്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ അറിയിക്കുക കേട്ടോ. അപ്പോൾ ടാറ്റാ.